ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിനെ ലക്ഷ്യമാക്കി 2 കപ്പലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് MSC കൈലിയും MSC റോസും. നമുക്ക് MSC കൈലി ഇപ്പോൾ എവിടെ എത്തി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് കറണ്ട് പൊസിഷൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ഷിപ്പിനെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കറണ്ട് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കരുനാഗപ്പള്ളി കഴിഞ്ഞ് കൊല്ലം ഭാഗത്തിന് പേരലായിട്ടാണ് MSC കൈലി ഉള്ളത്. MSC കൈലിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡ് 16.5 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ JNPT2 ഈ പറയുന്ന വിഴിഞ്ഞത്തിന് പകരം വിഴിഞ്ഞത്തിൻ്റെ കോഡായ INNYY1 ഇല്ല. നിലവിൽ IN എന്ന് പറയുന്ന ഇന്ത്യയുടെ കോഡും NYY1 എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയുടെ കോഡും, അതായത് നെയ്യാറ്റിൻകരയുടെ താലൂക്കിലാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അതുകൊണ്ട് INNYY1 എന്ന കോഡോട് കൂടിയാണ് നിലവിൽ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷനിൽ വ്യക്തമായിട്ട് ജവഹർലാൽ നെഹ്റു എന്നും ഈ പറഞ്ഞ INNYY നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ETA എക്സ്പെക്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 6/12/2024 2:30 PM പോർട്ടിലെത്തും എന്ന് തന്നെയാണ് ഇതിൽ അറിയാൻ സാധിക്കുക. അതായത് ഇന്ന് 2:30 PM പോർട്ടിലെത്തും. ഡ്രാഫ്റ്റ്, ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 13.2 മീറ്ററാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 6/12/2024 9:46 AM ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. MSC കൈലിയെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം MSC കൈലിയാണ്, നമ്മൾ ഈ കാണുന്ന പോലെ MSC കൈലി എന്ന് പറയുന്ന ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിന് ആദ്യമായിട്ടൊരു പൊൻതൂവൽ നൽകിയ, അല്ലെങ്കിൽ കുറച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ച, ആദ്യമായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ച ഷിപ്പ്. നമുക്കെല്ലാവർക്കും പറയാം, 16.5 മീറ്റർ റാഫ്റ്റോടെ സിംഗപ്പൂരിൽ നിന്ന് വന്ന ഷിപ്പാണ് MSC കൈലി. ഇപ്പോൾ ഷിപ്പ് ഏത് ഭാഗത്തു നിന്നാണ് എത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ മുംബൈ പോർട്ടിൽ നിന്നാണ്, ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഷിപ്പ് വന്നിട്ടുള്ളത് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്നാണ്. അതിനുശേഷം വരുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് ഷിപ്പ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. IMO നമ്പർ 9927-299, ഫ്ലാഗ് ലൈബീരിയ, വെസൽ ടൈപ്പ് കണ്ടെയ്നർ തന്നെയാണ്. അതുമാത്രമല്ല, ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 27/4/2023 ബിൽഡ് ചെയ്ത ഷിപ്പാണ് MSC കൈലി. ഇനി നമുക്ക് ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് നോക്കിയാൽ 366 മീറ്റർ ലെന്തും 51 മീറ്റർ ബീം അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയാം. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 29.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 16 മീറ്ററുമാണ്. മാക്സിമം സ്പീഡിൽ പോകാൻ സാധിക്കുന്നത് 21 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോകാൻ സാധിക്കുന്നത്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 15,264 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഷിപ്പിന് 1000 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതാണ് MSC കൈലിയുടെ ഡീറ്റെയിൽ. ഇനി നമുക്ക് അറിയേണ്ടത്, ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം ഏത് പോർട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് റീഡായി വരുന്നുണ്ട്. 9/12/2024 1:45 AM കൊളംബോ ഇന്റർനാഷണൽ സീ പോർട്ടിൽ എത്തും എന്ന് തന്നെയാണ് ഷിപ്പിൻ്റെ ഷെഡ്യൂളിൽ അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഷിപ്പിലേക്ക് പോകാം. അടുത്ത ഷിപ്പ് എന്ന് പറയുന്നത് MSC റോമാണ്. MSC റോമിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഷിപ്പ് എവിടെ എത്തി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമുക്ക് ഷിപ്പിനെ കാണാൻ സാധിക്കുന്നതോടൊപ്പം ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് കൊളംബോ പോർട്ടിന്, അതായത് ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന് നേരെ വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ട MSC കൈലി വിഴിഞ്ഞം വന്നതിന് ശേഷം 9-ാം തീയതി ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നത് കൊളംബോ പോർട്ടിലേക്ക് പോകുന്നു. ആ കൊളംബോ പോർട്ടിൻ്റെ പേരിലായിട്ട് ഷിപ്പ് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഷിപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 12.5 നോട്ടിക്കൽ മൈൽ സ്പീഡും ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം എന്നാണ് കൊടുത്തിട്ടുള്ളത്. വിഴിഞ്ഞത്തിൻ്റെ കോഡല്ല, വിഴിഞ്ഞം എന്നാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്പെക്റ്റ് ടൈം സെയിം ആസ് ടു 6/12/2024 4 PM ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 15.6 മീറ്റർ ഡ്രാഫ്റ്റാണ്. നല്ലൊരു ഡ്രാഫ്റ്റോടെ തന്നെയാണ് ഷിപ്പ് വരുന്നത്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 6/12/2024 9:40 PM ആണ്. നമുക്കിനി ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, IMO നമ്പർ 9964-211, ഫ്ലാഗ് ലൈബീരിയ, വെസൽ ടൈപ്പ് കണ്ടെയ്നർ തന്നെയാണ്. അതുമാത്രമല്ല, ഷിപ്പ് ബിൽഡ് ചെയ്ത് 24/6/2024, കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ട്. ഏറ്റവും പുതിയ ഷിപ്പുകൾ തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഓട്ടം തന്നെ വിഴിഞ്ഞത്തിലാക്കിയ ഷിപ്പും ധാരാളമായിട്ട് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓവറോൾ ലെന്ത് 366 മീറ്ററാണ്. ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 51 മീറ്ററും ഷിപ്പിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 29.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 18.54, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 15,576 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഷിപ്പിന് 1000 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. MSC റോമിന് നമ്മുടെ മുന്നിൽ തന്നെ MSC റോമുണ്ട്.
ഇനി നമുക്കറിയേണ്ടത് M0 ഏത് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. വളരെ ഈസിയായിട്ട് നമുക്ക് മാപ്പിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മാപ്പിൽ വളരെ വ്യക്തമായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ വരുന്നതിന് മുന്നേ കയറിയ പോർട്ട്, സിംഗപ്പൂർ പോർട്ട്, സിംഗപ്പൂർ ലുജിറോൺ പോർട്ട്, അതിന് മുന്നേ കയറിയ പോർട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചൈനയിലെ പോർട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. യാങ്ഷൻ പോർട്ടിനെ കുറിച്ച് നമുക്ക്, യാങ്ജിയൻ പോർട്ടിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് മുന്നേ കയറിയതും ഈ പറയുന്ന ചൈനയിലെ ഷാങ്ഹായിലെ പോർട്ട് തന്നെയായിരിക്കും. കാരണം ധാരാളം പ്രോഡക്റ്റുകൾ ദിനം പ്രതി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പ്രോഡക്റ്റുകൾ ദിനം പ്രതി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അയക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയിലും ഷാങ്ഹായ് ഉൾപ്പെടെ ഇൻ്റർനാഷണൽ ലെവൽ വലിയ പോർട്ടുകൾ തന്നെയുണ്ട്. അതിനാൽ നമ്മൾ ഈ കാണുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിൽ തന്നെയായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ബിസിനസ് നടത്തുന്നത് ഈ റൂട്ടിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനാണ് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടുള്ളത്. അതിനാൽ ധാരാളം സാധ്യതകളാണ് നമ്മുടെ ഈ പോർട്ടിന് മുന്നിൽ തുറന്നു കിടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.